അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ജ്വല്ലറി കാണിക്കാനാണ്. അപ്പോൾ പൊന്നിനൊക്കെ ഇപ്പോൾ ഒരുപാട് വിലയാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, എന്തെല്ലാം ഐറ്റംസ് നിങ്ങൾക്ക് കാണണ്ടേ. എന്താ നാഗമാല, ചക്കരമാല, എന്തെങ്കിലും ശോഭന പറയുന്ന അങ്ങനെ എന്തെങ്കിലും മാലകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വില ഒന്നും ഞാൻ നോക്കിയില്ല, കഴിയുന്നത്ര അങ്ങോട്ട് വാങ്ങി കൂട്ടി. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു ക്രൈസാണ് എൻ്റെ ജ്വല്ലറി വാങ്ങുന്നത്. അതിലേക്കാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക ആഗ്രഹം. എനിക്ക് ഈ ഫുഡ് കാര്യത്തിനൊക്കെ അല്ല. അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞ് വലിയ ബിൽഡപ്പൊന്നും കൊടുക്കുന്നില്ല. ബിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ജ്വല്ലറി കളക്ഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഇത് ഞാൻ അഫീൻ്റെ ഹൗസ് വാമിങ്ങിന് വാങ്ങിച്ചാട്ടോ, ചോക്കർ സെറ്റ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതിപ്പോഴൊന്നും ആയിട്ടില്ല, ഞാൻ ഒരു 4-5 വട്ടം യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, അതിൻ്റെ കമ്മൽ എന്താ പറയുക, മൂഞ്ചി കമ്മൽ ഒരുപാട് ഇട്ടിട്ടാവും, അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞ്. അപ്പം ഞാനത് അങ്ങനെ യൂസ് ആക്കലില്ല. പക്ഷെ ഈ ചോക്കർ സെറ്റ് അടിപൊളി കേട്ടോ, ഞാൻ ഇടയ്ക്ക് യൂസ് ആക്കലുണ്ട്. ഇപ്പം അടുത്ത് കഴിഞ്ഞ ചാനലിലുണ്ടായിരുന്നു, ഇതിലല്ല മറ്റേ തസ്ലീം മീഡിയ ചാനലിൽ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് ദിലുവിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, എല്ലാം ഫ്ലിപ്കാർട്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കാണാം. ഒരു മിനിറ്റേ. അപ്പോൾ ഇതും ഫ്ലിപ്കാർട്ടാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് 1 കൊല്ലം 1.5 കൊല്ലമായി. ഇതും നല്ല രസം. ഇത് നിങ്ങൾക്ക് കാണാൻ എത്രമാത്രമെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊരു മെറ്റലാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ബ്ലാക്ക് മെറ്റലല്ല, എന്നാലൊരു മെറ്റൽ ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഇതാക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കമ്മൽ പിന്നെ മാലേനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ആക്കൽ കമ്മലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഇല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. ഇത് ഞാനിപ്പോൾ അടുത്ത് ഒരു 2-3 മാസമായി ഉണ്ടാവും ഇത് വാങ്ങിച്ചിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചാട്ടോ. വൈറ്റ് ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഉണ്ടല്ലോ, അതൊന്നും വെയിറ്റ് ഇല്ല കേട്ടോ, വെയ്റ്റ്ലെസ് ആണേ. അങ്ങനെ പിന്നെ നമുക്ക് ഇതിലോട്ട് വരാം. ഇതും 2 വർഷമായിട്ടോ. പക്ഷെ ഇത് കാണണമല്ലോ, റോസ് ഗോൾഡ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോയെന്ന് അറിയില്ല. ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ എത്രമാത്രം അറിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. പക്ഷെ അതിന് ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതാണ്. ആ ഹാങ് ചെയ്യുന്നത് സ്റ്റഡ് ടൈപ്പായിരുന്നു, അത് ഞാൻ ഒഴിവാക്കിയിട്ട് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണിത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വരാം. ഇതെനിക്ക് എൻ്റെ കഴിഞ്ഞ മെയ് 10 എൻ്റെ ബർത്ത്ഡേക്ക് ദിലു തന്നതാണ് കണ്ടോ. ഹാപ്പി ബർത്ത്ഡേ തെച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മിനിറ്റ്, ഇതാ കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ തെച്ചി പറഞ്ഞിട്ട് ദിലുവിൻ്റെ വക ദിലു വാങ്ങിച്ചു തന്നതാണിത്. അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനാ, അത് പോയി. പിന്നെ നമുക്ക് ഇതിലോട്ട് വരാം. ഇതിപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ വലിയ പെരുന്നാൾ വാങ്ങിയതാണ്. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ഒരു കളർ പോയ പോലെ ഉണ്ട്. വിചാരിച്ചത്ര അങ്ങോട്ട് നിന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയത് തന്നെ കേട്ടോ. അതും എല്ലാം എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയത് തന്നെയാണ്. പിന്നെന്താ, ഇത് ഫ്ലിപ്കാർട്ടല്ല കേട്ടോ ഇതിൽ വാങ്ങിയത്. ഇതിൽ ടൗണിൽ നിന്ന് ഓളെ ഉപ്പാൻ്റെ കൂടെ പോയിട്ട് വാങ്ങിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടാണ്. ഇതാണ് കളർ ഇതായി പറഞ്ഞത്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ മാമൻ്റെ മോളെ എൻഗേജ്മെൻറ്റിന് ടൗണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അപ്പോൾ അത് എവിടുന്നാണ് എന്താണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ആ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് വാങ്ങിയാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അത് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഏതിലും യൂസ് ആക്കാമല്ലോ. പിന്നെ ഈ കാണുന്നത് ഞാൻ എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ്. നല്ല മെറ്റലാണിത്, മെറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ആ ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? കാണാനുണ്ടല്ലേ ഒന്നുകൂടി. ഇതെൻ്റെ ഉമ്മ ഒരു ദിവസം എന്താ പറയുക സാധനം വാങ്ങി വരുമ്പോൾ ഉമ്മക്ക് ഇഷ്ടമാണ് അത്ര ഈ റിങ് ടൈപ്പ് ഇടാൻ. അപ്പോൾ ഉമ്മ ചെറുപ്പകാലത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്ന് ഇട്ട് നോക്ക് പറഞ്ഞിട്ട് തന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ ആയി. ഇനി നമുക്ക് കാണാനുള്ളത് ഇതാണ് കേട്ടോ. ഇതാ ഇത് ഫാൻസി അല്ല മക്കളെ, എൻ്റെ ഗോൾഡാണപ്പാ. ഇതാണ് എൻ്റെ ഗോൾഡ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അത്. അമ്മ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയും കമ്മലിടാതെ നടന്നോന്ന്. പക്ഷേ എൻ്റെ ഗോൾഡാണിത്. എപ്പോഴും ഊരി വെക്കുക. കണ്ടോ ടൈപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ, ഞാൻ സ്ഥിരമായിട്ട് ഇടില്ല. അപ്പോൾ ഇത് എൻ്റെ ഗോൾഡിൻ്റെ ആണ്. പിന്നെ ഇതെൻ്റെ വാച്ച്. ഇതെൻ്റെ മാമന് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നാണ് വാച്ച്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നല്ല കേട്ടോ, ഒത്തിരി ഉണ്ടായിന്, ഒത്തിരി. അതൊക്കെ ഞാൻ കുറേ ആളുകൾക്ക് കൊടുത്ത്, ആളുകൾക്കല്ല അറിയുന്നവർക്കൊക്കെ കൊടുത്ത്. ചിലത് എൻ്റെയും തന്നെ പൊട്ടിപ്പോയി. അങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഉമ്മ പറയായിരുന്നു ഒരു കളക്ഷൻ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു ജ്വല്ലറി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത് ഈ ഒരു ഐറ്റം മാത്രം. ഇനി ഞാൻ വാങ്ങിക്കൂട്ടും ഇൻഷാ അല്ലാ. ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്കാർട്ട് ഇങ്ങനെ നോക്കും ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക നോക്കി വെക്കും. എന്നിട്ട് എനിക്കിഷ്ടമായ ഞാൻ അതങ്ങോട്ട് സെലക്ട് ചെയ്യും. പിന്നെ കമ്മൽ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതിടലില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഇടല്. അപ്പോൾ കണ്ടല്ലോ എൻ്റെ എന്താ പറയുക ജ്വല്ലറി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചിലപ്പോൾ ഇഷ്ടമായിട്ടൊന്നും ഉണ്ടാവില്ല, ഇതിലും എത്രയോ നല്ലതുണ്ടാവും കുറേ ആളുകൾക്ക്. പക്ഷെ എൻ്റെ എന്താ പറയുക എൻ്റെ ഇതാണുള്ളത്. അപ്പം ഞാൻ വാങ്ങും ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ എൻ്റെ ജ്വല്ലറിയൊക്കെ, നാഗമാല, വൈരമാല, മുത്തുമാല ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഒരംഗം തന്നെ ഞാൻ. ഉമ്മ പറയുന്നുണ്ട് എന്താ പറയുക നിൻ്റെ സമ്പാദ്യമൊക്കെ അവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. എപ്പോഴും ഇങ്ങനെ എപ്പോൾ വിചാരിക്കും ഇവിടെ ഇവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന്. എനിക്ക് പെൻഷൻ കിട്ടുമല്ലോ, അപ്പോൾ പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ അധികം വാങ്ങിക്കുക ഈ ഒരു സാധനം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുള്ള എന്തെങ്കിലുമൊക്കെ. എനിക്ക് ചില നേരം ഗോതമ്പ് ഹൽവ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ മൊജിറ്റോ കഴിക്കാൻ അതൊക്കെ ഇങ്ങനെ വാങ്ങി തന്നു. അപ്പോൾ ഞാൻ അമ്മയോട് അതൊക്കെ വാങ്ങി കഴിച്ചാൽ ആ ഒരു സമയത്തേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നമ്മളെ എപ്പോഴും ഓർക്കാമല്ലോ, ഇതിൽ കാണാമല്ലോ. അപ്പം പറയാം നല്ല രസമാണെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതാണ്. ഇതൊന്നും അല്ലടേ പറയുന്ന പോലെ ഇതൊന്നും അല്ലായിരുന്നു. എന്താ പറയുക എല്ലാം പോയതൊക്കെ പോട്ടല്ലേ. അപ്പോൾ ഉപ്പുള്ളപ്പോൾ പറയും വേണ്ട, ഉപ്പനോട് നല്ല കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു മാല പക്ഷെ ഇപ്പോൾ വാങ്ങാനല്ലോ, അപ്പോൾ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ കൊണ്ടുപോയിട്ട് പിന്നെ എൻ്റെ കണ്ണ് വലുതായതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ പോവാം വലിയ സംഭവത്തിലേക്ക്. പക്ഷെ ഒന്നും പറയില്ല കേട്ടോ, വാങ്ങി തന്നിട്ടൊക്കെ ഉണ്ട് പാവപ്പ. ഉമ്മയും വാങ്ങി തന്നിട്ടുണ്ട്. ഉമ്മപ്പോൾ നോ പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാനായിരുന്നു ഫാമിലിയിൽ ഇത്ര വെക്കുമ്പോൾ ഇവിടെ ലോലാക്കൊക്കെ കെട്ടി തൂക്കി മതി ഇത്രയൊക്കെ വലിപ്പമുള്ള ഇടുമ്പോൾ. ഇപ്പോൾ പറയുന്നവരൊക്കെ എല്ലാവരും ആയിട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങി. എന്തോ എനിക്ക് അതേ ഇഷ്ടം, അപ്പിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതെൻ്റെ ഭാഗ്യം. അല്ല അവളും കൂടി ഷട്ടം പിടിച്ചാൽ എന്താവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല. ഇനി അഥവാ അവളൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കമ്മലൊക്കെ കുഞ്ഞാണെങ്കിൽ മാല ഇട്ടിയാൽ ഞാൻ എനിക്ക് തരും, ഈ എടുത്തോ പറയും. അപ്പോൾ ഞാനത് കിട്ടാൻ കാത്ത് നിൽക്കുകയാണല്ലോ. അളിയൻ പറയണ്ട, അളിയ ഒത്തിരി വാങ്ങി തന്നിട്ടുണ്ട്. അതൊന്നും കാണുന്നില്ല, ഒക്കെ പോയി. ഞങ്ങളിങ്ങനെ വീട് മാറുമ്പോൾ എന്ന് വെച്ചാൽ വീടില്ലായിട്ടല്ല കേട്ടോ, വീട് വിൽക്കുക വീട് വീണ്ടും എടുക്കുക, അതായിരുന്നു ഉപ്പ് അങ്ങനെ ചെയ്യൽ. അപ്പോൾ അതിലിങ്ങനെ സാധനം അടുക്കി പെറുക്കി വെക്കുമ്പോൾ അതൊക്കെ പോയി. പിന്നെ അല്ലാണ്ട് തന്നെ ഞാൻ കുറച്ച് കൊടുത്തു. ഇപ്പം എന്താ പറയുക ശേഷം എൻ്റെ കയ്യിലിരിക്കുന്ന മുതലാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, ഷെയറാക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല അതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്, ഇന്ന് വീഡിയോ ആയിട്ട് തന്നെയാണ്.
എന്നാലും അതിലേക്കുള്ള ഒരു ശ്രമത്തിലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേണം, നിങ്ങളുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു മുതലുണ്ടല്ലോ 4 വർഷമായി ഞാൻ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. അധികം എനിക്ക് പേര് ടെസ്ലി എന്നുള്ള ഫ്ലിപ്കാർട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിലത്തെ കുട്ടികൾക്ക് ഫുൾ എന്നെ അറിയാം, കുട്ടികളായാലും വലിയവരായാലും. ടെസ്ലി അല്ലേ എന്നാണ് ചോദിക്കുക. ഓരോ സൗകര്യത്തിനാണ് കൊണ്ടുവരിക. അറിയാം, വീടറിയാം, അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. ഒരാളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ വാങ്ങി ഇങ്ങനെ നിധി പോലെ നോക്കും, പലപ്പോഴും ഒന്ന് എടുത്തിടും. അപ്പോൾ ഉമ്മ പറയും, പിന്നെ എന്തിനാണ് നീ വാങ്ങി കൂട്ടിയതെന്ന്. അതിന് വേറെ എനിക്ക് കേൾക്കും. പക്ഷേ ഇതിൽ വരുമ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുക. ഒരാളും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനൊക്കെ തോന്നാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെ പോലെ ഒരു ക്രൈസുള്ള ആളാട്ടോ തീരും. പക്ഷെ അവളൊപ്പയുമ്പോൾ സമ്മതിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ ഇത് യൂസ് ആക്കുമ്പോൾ കുറേ എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കും, മോളെ എന്താ പറയുക, ചെവിക്ക് പ്രശ്നമാവില്ല. ചെവിക്കല്ല, ഇതിങ്ങനെ ഇതാവുമ്പോൾ തൂങ്ങുന്നത് വെയിറ്റ് ഉണ്ടാകുമ്പോൾ പ്രശ്നമല്ലേ. പക്ഷേ വെയിറ്റില്ല, ഞാൻ വെയിറ്റ്ലെസ്സാണ് വാങ്ങൽ. ആദ്യമേ വാങ്ങരുത്, കണ്ടാൽ തോന്നും. പക്ഷെ വെയിറ്റ് ഉള്ളത് ഞാൻ അങ്ങനെ യൂസ് ആക്കലില്ല. അതിന് ഞാൻ കമ്മലിട്ടിട്ട് വേണ്ടേ, എൻ്റെ ഗോൾഡിൻ്റെ കമ്മൽ പോലും ഞാനിട്ടില്ല. അതിനാണ് ഉമ്മനോട് വഴക്ക് കേൾക്കുക, നല്ല കേൾക്കലുണ്ട്. എന്തിനങ്ങനെ ഇങ്ങനെ വെക്കുന്നത്, അങ്ങനെയാണ് ഇതെപ്പം കൂടി പറഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കേൾക്കുമ്പോൾ എടുത്തിടും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഊരി വെക്കും. ഇതാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.